ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ് മോർഗൻ രചന നിർവഹിച്ച് ജയ്കാസ്തന്റെ സംവിധാനത്തിൽ വന്ന അമേരിക്കൻ ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് റെഡ് വൺ. ലാലേട്ടന്റെ ബാറോസ് ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഹോളിവുഡിൽ നിന്ന് കുട്ടികൾക്കായി ഒരു ചിത്രം, അങ്ങനെ വേണമെങ്കിൽ റെഡ് വണ്ണിനെ പറയാം. ക്രിസ്മസ് രാത്രി നോർത്ത് പോളിൽ നിന്നും സാന്താക്ലോസിനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ സാന്താക്ലോസിന് അന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് എല്ലാ കുട്ടികൾക്കുമുള്ള സമ്മാനങ്ങളുമായി പോകേണ്ട ഒരു ദിവസമാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിന് ശേഷമുള്ള ഓരോരോ ദിവസങ്ങളും. അങ്ങനെ സാന്റയെ രക്ഷിക്കാനായിട്ട് സാന്റയുടെ ബോഡി ഗാർഡ് കാൽ ഡ്രിഫ്റ്റ് ജാക്ക് എന്ന ഹാക്കറിന്റെ കൂട്ടുപിടിച്ച് സാന്റയെ തേടി ഇറങ്ങുകയാണ്. പിന്നീടുള്ള സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ഒരു ക്രിസ്മസ് വൈബിലാണ് ചിത്രം പോകുന്നതെന്ന് പറയാം. 250 മില്യൺ ബഡ്ജറ്റിലാണ് ചിത്രം വന്നത്. പക്ഷേ ബഡ്ജറ്റിന്റെ ഒരു പകുതി മാത്രമേ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. എന്നിരുന്നാലും ആ ഒരു ബഡ്ജറ്റിനൊത്ത ചിത്രം ഉണ്ടോ എന്നതും സംശയമാണ്. ആർട്ട് വർക്ക് ആണെങ്കിലും VFX ആയിരുന്നെങ്കിലും അത് ചിത്രത്തിൽ മനോഹരമായിട്ട് തന്നെ വന്നെങ്കിലും ചിത്രത്തിന്റെ കഥയിലേക്ക് വരുമ്പോൾ അത് നമ്മൾ കേട്ടുമടുത്ത കഥ തന്നെയാണ്. അവതരണത്തിലും വലിയ പുതുമയൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല. കാരണം ഓരോ ക്രിസ്മസിനും ഓരോ പുതിയ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അവയിൽ പുതുമയില്ലെങ്കിൽ അതിൽ കാര്യമില്ല. പക്ഷെ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് കുട്ടികൾക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ചിത്രമാണ്. ആ ഒരു വൈബിലാണ് ചിത്രത്തിന്റെ പോക്ക്. ആക്ഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു 60+ സിനിമ കൂടിയാണ്. അതിനർത്ഥം ഇത് കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചല്ല, മുതിർന്നവരെ ഉദ്ദേശിച്ചാണ് എങ്കിലും കഥ കൊണ്ടും ചിത്രത്തിന്റെ അവതരണം കൊണ്ടും ഇത് കുട്ടികൾക്ക് പറ്റിയൊരു ചിത്രമായിട്ട് മാറിപ്പോയി എന്ന് പറയേണ്ടി വരും. പക്ഷെ ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ കുട്ടികളോടൊപ്പം ഇരുന്ന് ഒരു തവണ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഡിസംബറിൽ ഒരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രം വരുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വൈബ് ഉണ്ട്. ആ ഒരു ക്രിസ്മസ് വൈബ് ചിത്രം തരുന്നുണ്ട്. ആ ഒരു സാന്താക്ലോസിന്റെ അപ്പിയറൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ചിത്രത്തിന്റെ മറ്റു ഫാന്റസി എലമെന്റ്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു ക്രിസ്മസ് വൈബ് തരാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പുതുമയില്ലാത്ത അവതരണമായി പോയി എന്നതാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ എന്ന ലേബലിലാണ് ചിത്രം എത്തുന്നത്. എന്നിരുന്നാലും ചിത്രത്തിന്റെ ആക്ഷനൊക്കെ അത്രയ്ക്ക് അങ്ങുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇതൊരു മോശം സിനിമയാണെന്നല്ല, നമ്മളൊരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ ഇരുന്ന് കാണുവാണെങ്കിൽ ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. പക്ഷെ മറ്റൊരു രീതിയിൽ സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നിരാശ സമ്മാനിക്കാനുള്ള വഴിയുമുണ്ട്. ചിത്രം ആമസോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു ക്രിസ്മസ് വീക്കെൻഡിൽ നമുക്ക് കസിൻസിൻ്റെ ഒപ്പമൊക്കെ ഇരുന്ന് ആസ്വദിച്ച് ട്രോളി കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയാണ് റെഡ് വൺ. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഇതുവരെ ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.